ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 6:15 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്ന് എണീക്കാൻ ഇത്തിരി നേരം വൈകിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 6 മണിക്കാകുമ്പോൾ എണീക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്മ എണീച്ചിട്ടില്ല, ഞാൻ നേരെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. വേഗം ഞാൻ കറിയിലേക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഇന്നലെ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ രാത്രി ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് ഇഷ്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പത്തിരിയും ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. മക്കളൊന്നും എണീച്ചിട്ടില്ല. അപ്പം ഇന്ന് കാർത്തിക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പം ഞാൻ വേഗം പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വരികയാണ്. ഗ്രീൻ പീസിലേക്കുള്ള ക്യാരറ്റും ഉള്ളി അതൊക്കെ വേഗം വേഗം മുറിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം കുറച്ചൊക്കെ ഒന്ന് അടുപ്പത്താക്കിയിട്ട് വേണം കേട്ടോ കാർത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഇതാ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള. കഴിഞ്ഞ് ബക്കറ്റൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. വെള്ളം പിടിക്കാൻ എടുത്ത് വെക്കണം, ഫിൽറ്റർ ചെയ്ത വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ ബക്കറ്റിലേക്ക് ഒന്ന് പിടിച്ച് വെക്കാറുണ്ട്. ഇനി വേഗം ഒന്ന് തേങ്ങയൊക്കെ ചിരവി വെക്കട്ടെ കറിയിലേക്കുള്ള. അപ്പോഴത്തേക്ക് അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അമ്മ എഴുന്നേറ്റ് വന്ന അമ്മൻ്റെതായ പണികളിലാണ്. അപ്പോൾ ഞാൻ അതാ വേഗം തന്നെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് വേണം കാർത്തിനെ വിളിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. രാവിലത്തെ പണി തലേന്ന് രാത്രി തന്നെ ഏകദേശമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്ത് വെക്കാറുള്ളത്. പത്തിരിപ്പൊടിയിലൊക്കെ വെള്ളം ഒഴിച്ച് വെക്കും, കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കുന്ന കേട്ടോ. എന്നാൽ അതൊന്നും ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇന്നലെ ഒരു മടി കേട്ടോ രാത്രിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് രാവിലെ കുറച്ച് ബുദ്ധിമുട്ട് വേണം. അങ്ങനെ ആവുമ്പോൾ ഈ കാർത്തിനെ വിളിക്കട്ടെ. കാർത്തിനെ വിളിക്കുന്നതാണ് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ എനിക്ക്. കാർത്തി ഒന്ന് നീച്ചിങ്ങോട്ട് വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതാ ചാരൂസ് നല്ല ഉറക്കമാണ്. ചാരൂസിൻ്റെ പുതപ്പൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കുകയാണ്. ചാരൂസിന് പിന്നെ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാമല്ലോ. അപ്പോൾ ഇന്ന് നല്ല ഉറക്കിലാണ് കേട്ടോ. അല്ലെങ്കിൽ കാർത്തിനെ വിളിക്കുമ്പോഴേക്കും തന്നെ ചാരൂസ് നീക്കുന്നതാണ്. അങ്ങനെ ഞാൻ അതാ ലൈറ്റ് ഓഫാക്കിയിട്ട് പോവുകയാണ്. കാർത്തി നീച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ജനവാതിലൊക്കെ ഒന്ന് തുറന്നിടട്ടെ. കാർത്തി നീച്ച് ഇനി പോന്നോളൂ കേട്ടോ. ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നീച്ച് പോന്നോളൂ ആൾ. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, സീതാപ്പഴം. അപ്പോൾ അത് പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. രാവിലെ തന്നെ ഇപ്പൊ ഞെക്കിക്ക് അറിയാം പഴുത്ത്. അന്ന് പറഞ്ഞെടുത്തല്ലോ ഒരു പച്ച മുറിക്കാൻ നടന്നില്ലേ. പിന്നെ പഴുത്തപ്പോ ഇങ്ങനെ ഞെങ്ങും മോള് പിടിച്ചാലേന്ന് പറഞ്ഞോണ്ട് ഒക്കെ പറയാം. അതുകൊണ്ട് ഇന്നലെ കൊണ്ടുണ്ട്. അപ്പൊ ഞാൻ മോളെ പച്ച കഴിക്കുന്നു. കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പഴുത്തത് കൊണ്ട് പച്ചയാണ്. അപ്പോഴേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേഗം പത്തിരിപ്പൊടിയിലേക്ക് ഒഴിക്കട്ടെ. എന്നിട്ട് അതൊന്ന് ചൂട് തടയാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം പത്തിരീൻ്റെ പണിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ പത്തിരിപ്പൊടിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രി തന്നെ ചെയ്ത് വെച്ചാൽ നല്ല എളുപ്പമാണ് കേട്ടോ. രാവിലെ എണീച്ചിട്ട് വേഗം തന്നെ പണി കഴിയും. ഇത് ചെയ്ത് വെക്കാനുള്ള മടി കാണിച്ചു കഴിഞ്ഞാൽ കേട്ടോ രാവിലെ ഓട്ടാവുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഇനി അത് ഒന്ന് ചൂട് തണയാൻ വേണ്ടി വെക്കണം കേട്ടോ. ചൂട് തണിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ചൊരു ഒന്ന് തണയണമല്ലോ, അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചായൻ്റെ വെള്ളം തിളച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പൊടി ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം ഉപ്പേരിക്കുള്ളത് അരിയാണ്. ഉപ്പേരീൻ്റെ അരിഞ്ഞിട്ട് ഞാൻ വേഗം അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത്. അപ്പോഴേക്കും കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങ ഒന്ന് കലക്കി ഒഴിക്കണം. അപ്പോൾ അതാ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ തേങ്ങയൊക്കെ കലക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് കറി റെഡിയാക്കാം കേട്ടോ. ഇനി ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഞാൻ ഒന്ന് വേഗം കഴുകിയിട്ടുണ്ട്. അപ്പോഴേക്കും പൊടിയൊക്കെ ഒന്ന് തണുത്തു കേട്ടോ. ഇനി ഞാനത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കാത്തി നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് ആൾ. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ ഉരുട്ടി വെക്കും കേട്ടോ. ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം ചുട്ടെടുക്കാമല്ലോ. ഇടയ്ക്ക് ഞാനൊന്ന് ഉപ്പേരി ഇളക്കി കൊടുക്കുന്നുണ്ടേ.
പിന്നെ ഇതാ ബാക്കി വരുന്ന മാവ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അത് മക്കൾക്ക് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, അടയോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കലാണ്. അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടോ. ഇനി ഞാൻ വേഗം ഉപ്പേരിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. രാവിലെ എണീച്ച് വന്നപടി തന്നെ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല, അപ്പോൾ അത് വേഗം ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. ഇനി പത്തിരി ചുടാൻ നിൽക്കട്ടെ. ആദ്യമൊക്കെ കുളിച്ച് വരുമ്പോഴേക്കും ഇനി പത്തിരിയൊക്കെ ആകണം, സ്കൂളിൽ പോകാനുള്ളതാണല്ലോ. അപ്പോൾ വേഗം പണി കഴിക്കുകയാണ്. പിന്നെ ഞാൻ പത്തിരി ചുടാൻ നിൽക്കുകയാണ്. പത്തിരിയൊക്കെ പിന്നെ വേഗം വേഗം ആവും കേട്ടോ. ഞാൻ 2 എണ്ണം ഒരുമിച്ചിട്ടൊക്കെയാണ് ചുടാറുള്ളത്. 4 എണ്ണം ഒരുമിച്ചിട്ട് ചുടലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 2 എണ്ണം ഒരുമിച്ചിടുന്ന പാത്രമാണ്, അപ്പോൾ അതെല്ലാം ഇന്ന് ചുടുന്നത്. അപ്പോൾ അത് വേഗം തന്നെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വേണം മീൻ വാങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. ഇപ്പം മീൻകാരൻ അങ്ങനെ ഇതിൽ വരുന്നില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, ട്രോളിങ് ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി പോകാനുണ്ട്. അപ്പോൾ അതാ വേഗം വേഗം പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചാരൂസിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കിയിട്ടില്ലെങ്കിൽ കച്ചറിയാവേ. അപ്പോൾ ഞാൻ വേഗം തന്നെ പത്തിരിയൊക്കെ ചുട്ട് ചാരൂസിനെ നീപ്പിച്ചിട്ടോ. ഇനി മുടിയൊക്കെ കെട്ടി ഒന്ന് വേഗം മീൻ വാങ്ങാൻ പോവാണേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.